ഭാഗമാണ് നമ്മുടെ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഡോക്ടേഴ്സ് ഡേ, നാഷണൽ ഡോക്ടേഴ്സ് ഡേ എല്ലാ വർഷവും ജൂലൈ 1 ആഘോഷിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്നുള്ള രീതിയിൽ മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളെയും മാനേജ്മെന്റുകളെയും ഡോക്ടേഴ്സിനെയും അവരുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ വന്നത്. തുടർന്ന് എല്ലാ വർഷവും ഡോക്ടേഴ്സ് പരിപാടി ഓരോ വർഷവും 2 വർഷത്തേക്കാളും വിപുലമായിട്ട് നമുക്ക് നടത്താൻ നമ്മൾ സഹായിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി. സ്വാഗതം ഞാൻ ചെയ്യുന്നതല്ല, സ്വാഗതത്തിന് വേറെ സമയം വെച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ മീറ്റിംഗ് ഒരു 10 മിനിറ്റത്തേക്ക് വെക്കുന്നുണ്ട്. മാനേജ്മെന്റ് അംഗങ്ങളെല്ലാം വന്നതിന് ശേഷം നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്നാലും ഒരു 6:30 മണിക്കാണ് ഞങ്ങൾ തുടങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നത്. നമുക്ക് ഷാഫി സാർ എത്തിയിട്ടുണ്ട്, ഞങ്ങളുണ്ട്, പിന്നെ ബാക്കിയുള്ള ഡോക്ടേഴ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഹ്യൂജ് ഷൗട്ട് ഔട്ട് ഫോർ ഋഷി സാർ. ഒരു നല്ല കേട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് ഈ ഒരു മൂഡ് പിടിച്ച് ഇങ്ങനെ പോകാം. അതായത് സേഫ് അല്ലേ? ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഓണറബിൾ സെക്രട്ടറി, നമ്മുടെ പ്രിയപ്പെട്ട ജഗദീശൻ സാറാണ്. സാറിന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടേഴ്സ് ദിനത്തിന്റെ സന്ദേശം മെസ്സേജ് ഓൺ ദിസ് ഡേ വിൽ ബി ഡിലിവർഡ് ബൈ അവർ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ മലയാളം പ്രിയപ്പെട്ട ഡോക്ടർ ഷാഫി സാർ, മുഹമ്മദ് ഷാഫി സാർ. ആശംസ അർപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് ഡോക്ടർ അഫ്സൽ, ഡോക്ടർ സീന, ഡോക്ടർ ലക്ഷ്മി, ഒരു കുഞ്ഞിനെയാണ്. അതേപോലെ നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സ് പ്രൊജക്ട് രേഖപ്പെടുത്തുന്നത് നമ്മുടെ സെക്രട്ടറി ഇൻചാർജ് ഷംന. ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമയം ഷോർട്ട് ആയതുകൊണ്ട് നേരെ തന്നെ ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രധാന അതിഥി വിശിഷ്ടനായിട്ട് നമ്മൾ ജഗദീശൻ സാറിനെ ഉദ്ഘാടനത്തിന് വിളിക്കുകയാണ്. Essential to the life of a human being is the doctor's profession. പക്ഷേ ഈ ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്. നമ്മുടെ സിസ്റ്റർമാർ ഈ ഡോക്ടർ എന്തെങ്കിലും മെഡിസിൻ എഴുതി വെച്ചിട്ട് പോകുന്നു, അവർക്ക് ഇഷ്ടമുള്ള പോകുന്നു, അതോടെ നിലനിന്നു. പക്ഷേ ഈ ഡോക്ടേഴ്സിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റർമാരാണ്. ഞാൻ ഒരുപാട്
പൈസയ്ക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഒരുപാട് ആശുപത്രികളുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം വന്നതിന് EMS വന്നതിന് ശേഷം ഞാൻ അങ്ങനല്ല കാണുന്നത്. നമ്മുടെ കാഷ്വാലിറ്റി സ്റ്റാഫുകളാണെങ്കിലും ICU സ്റ്റാഫുകളാണെങ്കിലും വാർഡിലെ സ്റ്റാഫുകളാണെങ്കിലും കൃത്യമായിട്ടുള്ള മെഡിസിൻസ്, കൃത്യമായിട്ട് ഡോക്ടർമാർ എഴുതുന്ന മെഡിസിൻസ് അത് അതുപോലെ കൊടുക്കുന്നുണ്ട്. ഓരോ പേഷ്യന്റും ഹാപ്പി ആയിട്ട് തന്നെയാണ് എനിക്കും ഒരു രീതിയിലും നമ്മുടെ സ്റ്റാഫുകളെ, പ്രത്യേകിച്ച് EMS സ്റ്റാഫുകളെ മോശമായിട്ട് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. ഈ കേൾക്കുന്നില്ല. ആത്മനിർഭരമായിട്ടുള്ള പ്രോഗ്രസ് നമുക്ക് തുടർന്ന് ഏറ്റവും സൗഹൃദപരവും ഏറ്റവും സമാധാനപരമായിരിക്കുന്ന മുൻപിലുള്ള സൗഹൃദങ്ങളെ വളർത്തുക. നമ്മുടെ ഔദ്യോഗികപരമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരിക. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. രോഗികളോടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഏറ്റവും ബേസിക്കായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിന്റെ വാതിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഗേറ്റ് കടന്നു വരുന്ന ഒരു രോഗി, അവർ വരുന്നത് ഒരു അത്യാവശ്യ കാര്യത്തിലായിരിക്കും. അവർ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിട്ടാണ് നമ്മുടെ ഗേറ്റ് കടന്നു വരുന്നത് എന്നുള്ള ചിന്ത നമുക്ക്. ആ ആവശ്യം എത്ര ചെറുതായിക്കോട്ടെ, എത്ര ഇടത്തരമായിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ, അവർ EMS ഹോസ്പിറ്റൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷയാണ്. അവരുടെ പ്രതീക്ഷ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ നിങ്ങൾ മാനസികമായിട്ട് താമസിക്കാനും അതേപോലെ തന്നെ നിങ്ങൾ ഫിസിക്കലി എക്സോസ്റ്റഡ് ആവാതിരിക്കാനും നിങ്ങൾ ഏറ്റവും അധികം സഹായിക്കാൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുള്ള നിങ്ങളുടെ സൗഹൃദങ്ങൾ ഒരു കോംപ്ലക്സ് എല്ലാവരും ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ഇന്ന് 125 പേരാണ് പ്രതീക്ഷിക്കുന്നത്. ആ 125 പേരും ഒരു ഗ്രൂപ്പാണ്, ഒരേ ഒരു മനസ്സിലാക്കുന്നവരാണ് എല്ലാ കാര്യങ്ങളും. പത്രത്തിൽ ഇത്തരത്തിലുള്ള ഉപദേശിക്കാനുള്ള ഗ്രൂപ്പാണ്. പക്ഷേ ഇത് മാറ്റുന്നത് പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടാണ്. ഇത് ഈ വീഡിയോ എല്ലാ വർഷവും കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ അവിടുത്തെ ഡോക്ടേഴ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ആലോചനയിൽ ഉൾത്തിരിക്കുന്ന ചില പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത്തവണ ഞാൻ ഇത് കൊണ്ടുപോയത് നമ്മുടെ സ്ഥാപനത്തിലെ എനിക്ക് എന്റെ സ്വന്തം അനിയന്മാരെ പോലെ എനിക്ക് എന്തൊരു ആവശ്യത്തിനും എന്റെ കൂടെയുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പറയുന്നത് 10,000 EMS എന്ന് പറയുന്ന എന്റെ അണ്ടർമാണ്. ജോലിയെടുത്ത് അദ്ദേഹത്തിന്റെ പവിഴത്തിരമാലകൾ കണ്ട ചുരുളും